ഇത് ഞാൻ ഏകദേശം 3 വർഷത്തിന് മേലെ, അതായത് ഒരു 1000 ദിവസത്തിന് മേലെ യൂസ് ചെയ്ത ഒരു ചെരുപ്പാണ്. ക്രോക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്ലാസിക് ക്ലോഗ് എന്ന് പറഞ്ഞ മോഡലാണിത്. ഏകദേശം 52 കളേഴ്സിൽ നമുക്കിത് അവൈലബിൾ ആണ്. ഇനി ഇത് എൻ്റെ 4ാമത്തെ പേര് ക്രോക്സ് ആണ്. ഈ ക്ലാസിക് ക്ലോഗ് എന്ന് പറഞ്ഞ മോഡൽ ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്രോക്സിൻ്റെ ഒരു ചെരുപ്പ് എന്ന് പറയുന്നത്. എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാക്കിയുള്ളതുണ്ടല്ലോ, ഞാൻ ഇതിനു മുന്നേ ഉപയോഗിച്ച 3 ക്രോക്സിൻ്റെയും ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ നിർത്താൻ, അതിൽ ഉപയോഗിച്ചതിന് ശേഷം പുതിയ ചെരുപ്പ് മേടിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ എല്ലാം സൈഡിൽ കൂടെ ഒരു ബാൻഡ് പോലത്തെ ഒരു സെപ്പറേറ്റ് പീസ് പോകുന്നുണ്ട്. ആ പീസ് ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ള രീതിയിൽ ഒരു വർഷം അല്ലെങ്കിൽ ഒരു 7-8 മാസം വരെ ഒന്നും ഒരു കുഴപ്പവും കാണില്ല. അതിനുശേഷം എവിടുന്നെങ്കിലും അത് പൊട്ടിപ്പോരും. പൊട്ടുമ്പോൾ എന്താണ്, നമ്മൾ ആ ചെരുപ്പ് കണ്ട ഫെവിക്വിക്കോ ഫ്ലെക്സിക്കോ എന്തെങ്കിലും പശ വെച്ച് ഒട്ടിക്കും. അപ്പോൾ ഒട്ടിക്കുന്ന സ്ഥലം അവിടെ അങ്ങ് നിൽക്കും. പിന്നെ വീണ്ടും അടുത്ത സ്ഥലത്ത് നിന്ന് അത് പറഞ്ഞു വരും. പിന്നെ നമ്മൾ വീണ്ടും അവിടെ ഒട്ടിക്കും. പിന്നെ വേറെ സ്ഥലത്ത് നിന്ന് പറഞ്ഞു വരും. അങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് പിന്നെ ഒട്ടിക്കാൻ ഒരു സ്ഥലം ഇല്ലാതെയായി, ഒട്ടിച്ചിട്ട് ഇരിക്കാത്തൊരവസ്ഥയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ സാധനം പയ്യെ അവിടുന്ന് പറിച്ചെടുക്കാൻ നോക്കും. ഇത് ഞാൻ എൻ്റെ കൂട്ടുകാരിൽ ഇഷ്ടം പോലെ കണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ പറിച്ചെടുക്കാൻ നോക്കുമ്പോൾ എന്ത് ചെയ്യും, ആ പശയുടെ കൂടെ ആ ചെരുപ്പിൻ്റെ കുറച്ച് ഭാഗം കൂടെ ഇങ്ങനെ ഒട്ടിച്ചേർന്ന് അത് പറഞ്ഞു വരും. പിന്നെ അവിടെ ഒരു ചെറിയൊരു തുള വീഴും. അപ്പം ഓട്ടയുള്ള ചെരുപ്പ് നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ലോ. അപ്പോൾ നമ്മൾ അടുത്ത ചെരുപ്പ് വാങ്ങും. ഈ ഒറിജിനൽ ക്രോക്സിൻ്റെ ചെരുപ്പാണ് വാങ്ങുന്നതെങ്കിൽ ഒരു 2500 തൊട്ട് മേളിലോട്ടാണ് ഇതിൻ്റെയൊക്കെ ഒരു വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അത്രയും കാശ് കൊടുത്തൊരു ചെരുപ്പ് മേടിച്ചിട്ട് നമ്മൾ ഒരു വർഷത്തിന് കൊണ്ട് ഉപയോഗിച്ചിട്ട് അത് കളയുക എന്ന് പറഞ്ഞാൽ അത്ര നല്ല സംഭവമല്ല. അപ്പോൾ ഞാൻ ആലോചിച്ചൊരു സംഭവമാണ്, ഈ സൈഡിൽ ബാൻഡ് ഇല്ലാത്ത മോഡൽ നമുക്ക് എവിടെയെങ്കിലും കിട്ടുമോ? അങ്ങനെ ക്രോക്സിൻ്റെ ഒരു മോഡൽ ഉണ്ടോ എന്ന് നോക്കി പോയി എന്ന് പറയുമ്പോൾ ഒത്തിരി പാടൊന്നും പറ്റില്ല. ഡയറക്റ്റ് വെബ്സൈറ്റിൽ കയറിയപ്പോൾ തന്നെ സാധനം കിട്ടി. ഞാൻ മേടിച്ചൊരു ചെരുപ്പാണ് ഈ ക്ലാസിക് ക്ലോഗ്സ് എന്ന് പറഞ്ഞ മോഡൽ. അങ്ങനെ ഇത് ഏകദേശം 3 വർഷം കഴിഞ്ഞു. 4ാമത്തെ വർഷം ഏകദേശം ക്രോസ് ചെയ്യാറായിട്ടുണ്ട്. ഇത്ര നാൾ പിന്നിട്ടിരിക്കുകയാണ്. ഇതുവരെ സാധനം പൊട്ടിപ്പോയിട്ടില്ല, എനിക്ക് മാറേണ്ടി വന്നിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് പോസിറ്റീവ്സിലേക്ക് കടക്കാം. ഓക്കെ, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ചെരുപ്പ് പോലെ പടാപുട എന്ന് പൊട്ടിപ്പോകുന്ന ഒരു സംഭവമല്ല. ഞാൻ ഇതിനു മുന്നേ ഉപയോഗിച്ച 3 പേർ സംഭവം ഞാൻ മാറ്റി ഇതെടുക്കാനുള്ള കാരണം, അല്ലെങ്കിൽ അടുത്തൊരു പേര് ചെരുപ്പിലേക്ക് വരാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംഭവം എന്ന് പറഞ്ഞാൽ കീറിപ്പോവില്ല, പൊട്ടിപ്പോവില്ല. ആകെ ഈ ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ ചവിട്ടി തേഞ്ഞു തീരാനുള്ള ഒരു സാധ്യത മാത്രമാണുള്ളൂ. അങ്ങനെ തേഞ്ഞു തീരാറായ ഒരു സംഭവമാണിത്. ഓക്കെ, ഈ ഒരു മോഡലിൻ്റെ കേസായിട്ട് പറയുന്നത്. വേറെ മോഡല് അതിൻ്റെതായ നെഗറ്റീവ്സ് ഉണ്ട്. അതിൻ്റെ ബാൻഡൊക്കെ പൊട്ടി പോകുമ്പോൾ ഞാൻ മെൻഷൻ ചെയ്തായിരുന്നു അത്. പക്ഷേ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയമില്ല, പൊട്ടിപ്പോകത്തില്ല. കാരണം ഒരു ഫോമിൽ നിന്ന് സിംഗിൾ ഒരു അച്ചിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന പോലെയാണ് അതിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് വലിച്ചാൽ പോലും കീറി പോകില്ലാത്ത ഒരു സംഭവമാണ്. അത് ആ ഒരു ചെരുപ്പിൻ്റെ ആ ഒരു ഡിസൈൻ, ആ ഒരു ഷേപ്പിൻ്റെ ഒക്കെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതാണ് ആദ്യത്തെ പോയിന്റ്. പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വളരെ പ്രാക്ടിക്കലാണ്, വളരെ ഈസിയാണ് ഉപയോഗിക്കാൻ. നമ്മുടെ ഷൂ പോലെ സോക്സ് ഇട്ട് പിന്നെ അത് എവിടെയെങ്കിലും ഇരുന്നിട്ട് ഷൂ ഇട്ട് ലേസ് കെട്ടി പോകേണ്ട ഒരാവശ്യമില്ല. ചുമ്മാ ആ ചെരുപ്പിൻ്റെ അകത്തേക്ക് കാലെടുത്തിടുക, പോവുക, വരിക. ഈസി ആയിട്ട് ഉപയോഗിക്കാം, ഈസി ആയിട്ട് ഊരിയിടാം, ഒരു കുഴപ്പമില്ല. അതിൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരു പോയിൻ്റാണ്, മഴക്കാലത്ത് ഈ സാധനം ഉപയോഗിക്കാനായിട്ട് ഒരു പാടുമില്ല. ഷൂ ഒക്കെ നമുക്ക് എപ്പോഴും ഇടാൻ പറ്റത്തില്ല. അതിൻ്റെ അകത്ത് എപ്പോഴും വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ സോക്സൊക്കെ നമ്മൾ എവിടെയെങ്കിലും ജോലിക്കോ ക്ലാസ്സിലോ ഇപ്പോൾ കോളേജ് സ്കൂളിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ അവിടെ പോയിട്ട് ചെരുപ്പ് ഊരിട്ടിട്ട് ഇരിക്കേണ്ടി വരും. എന്ത് കാര്യം? പക്ഷെ ഇതാണ് എങ്കിൽ വെള്ളം കയറിയാൽ തന്നെ ഒരു 5 മിനിറ്റ് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ചെരിച്ച് വെക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള മിക്കവാറും വെള്ളം അങ്ങ് ഇറങ്ങിപ്പോവും. പിന്നെ നമുക്ക് സാധനം ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവനെ ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ബ്രഷും പേസ്റ്റും ഇട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. യാതൊരു വിഷയവുമില്ല, ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും അഴുക്കുകളൊക്കെ പോവും. ഇനി നമ്മൾ കുറേ ഫ്രീക്വൻ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ചെരുപ്പിൽ കുറച്ച് അഴുക്കുണ്ട്, കാണാൻ പറ്റില്ല പെട്ടെന്ന്. പൊടിയല്ല ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാത്ത ചില മാർക്കുണ്ടല്ലോ. ഇതിപ്പോൾ കഴുകിയിട്ട് കുറച്ചായി, പിന്നെ കുറച്ചെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച കഴുകിയതാണ്. ഇപ്പോൾ മഴയത്ത് കൂടെ ഇറങ്ങി നടന്ന് കുറച്ച് അഴുക്കായതാണ്.
അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞ പോലെ തന്നെ ക്ലീൻ ചെയ്തിട്ട് വെറുതെ വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിനുള്ളിൽ സാധനം ഉണങ്ങും. ചില ഷൂ ഒക്കെ നമ്മൾ കഴുകി വെച്ച് കഴിഞ്ഞാണല്ലോ ചിലപ്പോൾ 1-2 ദിവസം എടുക്കും. മഴക്കാലമാണ് എങ്കിൽ ഈ സംഭവം ചിലപ്പോൾ ഉണങ്ങത്തുമില്ല. അപ്പം അങ്ങനത്തെ ഒരു സംഭവം നോക്കുമ്പം ഇവൻ കില്ലാടിയാണ്. വെറും 10-15 മിനിറ്റ് കൊണ്ട് ഇവനെ നമുക്ക് ഉണങ്ങിക്കിട്ടും. ഓക്കെ, അടുത്ത ഒരു സംഭവം എന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ബൈക്ക് ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്, ഗിയർ മാറുമ്പോൾ ഈ ചെരുപ്പിട്ട് മാറിയാണല്ലോ ഒരു വിഷയവുമില്ല. കാരണം ഗിയറിൻ്റെ ലിവർ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മളെ കാലുകൊണ്ട് ഇങ്ങനെ മേളിലേക്ക് അല്ലെങ്കിൽ താഴത്തേക്ക് വലിയ വിഷയമില്ല. മേളിലേക്ക് ഇടുമ്പോൾ ഇത് വള്ളിച്ചെരുപ്പാണെങ്കിൽ നമ്മുടെ ആ വിരലുകളിൽ വന്നിട്ട് ഇങ്ങനെ തട്ടാനുള്ളൊരു സംഭവമുണ്ട്. ഇപ്പോൾ ചെറിയ വേദന ഉണ്ടാകും. ഇവൻ നമ്മുടെ കാൽപാദം മൊത്തം ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്ന ഒരു ചെരുപ്പായതുകൊണ്ട് തന്നെ ആ ഒരു വേദന നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ആ പുറകിലുള്ള ആ സ്ട്രാപ്പ് എടുത്ത് മേലുള്ള ആ സ്ട്രാപ്പ് എടുത്ത് പുറകോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി ചെറിയ ചെറിയ റൈഡ് പോകുമ്പോൾ നമുക്ക് റൈഡ് ഷൂ ആയിട്ട് ഉപയോഗിക്കാം. കാരണം അത് പുറകോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറിയ ഒരു വീണു എന്ന് നമ്മൾ വിചാരിക്കാം. ബൂട്ട്സ് ആണ് സേഫസ്റ്റ് സംഭവം. പക്ഷേ അങ്ങനെ ഒരു ബൂട്ട്സ് ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ സംഭവം പുറകോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സോക്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ പാദം സേഫാണ്. നമുക്ക് ഗിയർ മാറാൻ എളുപ്പമാണ്. എന്തെങ്കിലും ഒരു ചെറിയ വീഴ്ച വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാലിനെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ വീണിട്ടുണ്ട്. എൻ്റെ കാലിൽ ഇത് ഉള്ളതുകൊണ്ട് മാത്രമാണ് എൻ്റെ കാല് മുറിയാണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ശരി, എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. ജയ് ജവാൻ ജയ് കിസാൻ.